ശ്രീമന്നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദശകം 4 വൃത്തം രഥോത്തതയാണ്. ശ്ലോകം 1. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഹേ വരദ, വരം നൽകുന്ന ഗുരുവായൂരപ്പ, യയാ ഭവതുപാസനം, എത്രമാത്രം ഭഗവാനെ ഉപാസിക്കുന്നത്, കല്യതേ മമതാവതീം, ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഉപാസനം ചെയ്യപ്പെടുന്നുവോ, എനിക്ക് കല്യതാം കുരുഷ്വ, അത്രയും ആരോഗ്യം ഉണ്ടാക്കിത്തരേണമേ. ഭഗവാനെ ഗുരുവായൂരപ്പ, അവിടത്തെ ഭജിക്കുന്നതിന് എനിക്ക് ആരോഗ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പോൾ ഭഗവാൻ എനിക്ക് വേണ്ടത്ര ആരോഗ്യം ഉണ്ടാക്കിത്തരണം. എന്നാൽ മാത്രമേ എനിക്കിവിടെ ഇരുന്ന് ഭജിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആരോഗ്യത്തെ പ്രധാനം, എത്രമാത്രം ഞാൻ ഉപാസിക്കുന്നുവോ അത്രമാത്രം ആരോഗ്യവും എനിക്ക് ഉണ്ടാക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുഷ്ടയ, പൂർണ്ണമായ, അഷ്ടവിധ യോഗചര്യ, അഷ്ടാംഗ യോഗാനുഷ്ഠാനം കൊണ്ട്, ആശു തവ തുഷ്ടിം, വിളംബമെന്നെ, കാലതാമസമെന്നെ, അവിടത്തെ പ്രസാദം, അവിടത്തെ അനുഗ്രഹം, സ്പഷ്ടം ആപ്നുയാം, ഞാൻ നിശ്ചയമായും പ്രാപിക്കുമാറാകട്ടെ. ഇവിടെ 8 തരത്തിലുള്ള യോഗാംഗങ്ങളെയാണ് ഇവിടെ പറയുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇവയാണ് ആ 8 യോഗാംഗങ്ങൾ. ശ്രീമദ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിലെ 1ഉം 2ഉം അധ്യായങ്ങളിൽ ഈ യോഗാനുഷ്ഠാനം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ചുരുക്കി പറയുകയാണ്. ഇതിനകത്ത് സ്വന്തം ജീവിതത്തിൽ ഭാഗവത ധർമ്മ അനുഷ്ഠാനം നിർവഹിക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഭഗവാനെ നന്നായിട്ട് ഉപാസിക്കണം. ഭഗവാനെ നന്നായിട്ട് ഉപാസിക്കണമെങ്കിൽ അതിനുള്ള ആരോഗ്യവും വേണം. അപ്പം അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഭഗവാനെ ഉപാസിക്കുവാൻ, ഭഗവാനെ സ്മരിക്കുവാൻ, ഭഗവാനെക്കുറിച്ചുള്ള ഈ സ്തുതികൾ രചിക്കുവാൻ, ഇതിനെല്ലാം എനിക്ക് ആരോഗ്യം തന്ന് അനുഗ്രഹിക്കണേ എന്ന് ഇതിൽ പറയുകയാണ്. ഭഗവാനെ ഉപാസിക്കണമെങ്കിൽ, അതും ഭംഗിയായിട്ട് ഉപാസിക്കണമെങ്കിൽ അതിന് തക്കവണ്ണം ആരോഗ്യം എല്ലാ ഭക്തർക്കും വേണം. ഇവിടെ അഷ്ടാംഗ യോഗാനുഷ്ഠാനത്തിലൂടെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഭഗവാന്റെ പ്രസാദം, ഭഗവാന്റെ ആ അനുഗ്രഹം എല്ലാ ഭക്തർക്കും ലഭിക്കുമാറാകും. അപ്പോൾ ഇവിടെ എനിക്കും അങ്ങനെ ലഭിക്കുമാറാകട്ടെ
എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ശ്ലോകം മേൽപ്പത്തൂര് ഭഗവാന്റെ മുമ്പിൽ ചൊല്ലുകയാണ്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.